നമസ്കാരം. പതിരും കതിരും. ചെറ്റയാം വിടൻ ഞാൻ ഇനിമേൽ കഷ്ടമെങ്ങനെ കണ്ണാടി നോക്കുമെന്ന് കവി പാടിയിട്ടുണ്ട്. ഈ പിണറായി വിജയൻ ഒരിക്കലെങ്കിലും നിലക്കണ്ണാടിക്ക് മുമ്പിൽ ഒന്ന് നിൽക്കണം. ലോകത്തേതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ വായിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണോ ഈ പിണറായി വിജയൻ്റെ മൊഴിമുത്തുകൾ? അഥവാ ഈ ലോക കേരള സഭയിൽ നാക്കിനെ എടുത്തിങ്ങനെ ചമ്മാളിക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിട്ടുണ്ടോ? കൊട്ടാരം ചിന്തയാൽ ജാഗരം കൊള്ളുന്നു, കൊച്ചു കുടിൽക്കത്രേ നിദ്രാസുഖമെന്ന് കവി പാടിയിട്ടുണ്ട്. അത് വല്ലതും പിണറായി വിജയൻ കേട്ടിട്ടുണ്ടോ? ആ കൊച്ചു കുടിലാണ് ചെറ്റപ്പുര എന്ന് പിണറായിക്ക് അറിയാമോ? ഒറോട്ടി ബാലക, ചെറ്റപ്പുരയിലും ചാണകം മെഴുകിയ തറയിലും കഴിഞ്ഞ മനുഷ്യരുടെ ജീവിത കഥകൾ വല്ലതും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഭൂതകാലം മറന്നുപോയൊരു കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ താങ്കൾ. അടിത്തറ കമ്പിയിട്ട് വാർത്തും ഭിത്തികൾ കോൺക്രീറ്റ് ചെയ്തും ജീവിക്കാൻ കഴിയാത്ത മനുഷ്യരുടെ ഒരു കാലമുണ്ടായിരുന്നു. അങ്ങ് ജനിച്ചത് തന്നെ രമ്യഹർമ്മത്തിലായിരുന്നല്ലോ. മായാമയൻ്റെ ഭാവനയിൽ വിരിഞ്ഞ കൊട്ടാരത്തിലാണല്ലോ അങ്ങ് വളർന്നത്. വാതിലും ഭിത്തിയുമൊക്കെ ചെറ്റ കൊണ്ട് നിർമ്മിച്ച കുടിലിൽ കഴിഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരെ ഒറോട്ടി ബാലകൻ കണ്ടിട്ടുണ്ടോ ആവോ? എന്തിനേറെ, ഈ നെയ്മീൻ വിജയൻ ഒരുണക്കമത്തി പോലും ചുട്ടു തിന്ന പുള്ളിയല്ല. പഴങ്കഞ്ഞിയാണെങ്കിൽ കണ്ടിട്ടേയില്ല. ചെറ്റത്തരം വാക്ക് നാട്ടിൽ ആർക്കും പറയാം. അതിന് പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളൊന്നുമില്ല. പക്ഷേ നാട് ഭരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ നാക്കിൽ നിന്നും പുറപ്പെടേണ്ട ഒരു വാക്കല്ലത്. കാരണം ആ വാക്കുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ നാട്ടിലെ പാവം പിടിച്ച മനുഷ്യരെയാണ്. ജി സുധാകരൻ കാണിച്ചത് ചെറ്റത്തരമാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുഖത്തെന്തൊരു ഭാവവ്യത്യാസമായിരുന്നു. ആ ചെറ്റയെ പ്രായം നോക്കി വെട്ടുകളുടെ എണ്ണം നിശ്ചയിച്ച് കാലപുരിക്കയക്കാൻ ഉത്തരവ് കൊടുക്കൂ സഖാവേ. പുറപ്പെടട്ടെ ഒരു ഇന്നോവ. എന്നിട്ട് അമ്പലപ്പുഴയിൽ ചെന്ന് പറയണം, കുലംകുത്തി എന്നും കുലംകുത്തി തന്നെ. അങ്ങനെ പുറപ്പെടുന്ന വാഹനത്തിൽ മാഷ അള്ള എന്ന് രേഖപ്പെടുത്താൻ മറക്കല്ലേ സഖാവേ. കൊന്നത് മുസ്ലിങ്ങളാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച ആ ഒഞ്ചിയം മാജിക്കുണ്ടല്ലോ, അതിഗംഭീരമായിരുന്നു. പ്രായപരിധിയുടെ പേരിൽ ചിലരെ മാറ്റി നിർത്തേണ്ടി വന്നു എന്നൊക്കെ പിണറായി പറയുമ്പോൾ ചിരിച്ച് മണ്ണ് കപ്പിപ്പോവും നമ്മൾ. മണ്ണുവാരി മതിയാവോളം കളിച്ചുണ്ണി ഇപ്പോൾ എഴുന്നള്ളിയേ ഉള്ളൂ എന്ന് ബാലാമണിയമ്മ പാടിയതുപോലെയുണ്ട്. മണ്ണപ്പൻ ചുട്ട് കളിക്കുന്ന ശാരത്തെ ഉണ്ണിയുടെ പ്രായമാണല്ലോ പിണറായി മുത്തിന്. അണപ്പല്ല് കൊഴിഞ്ഞ് പാൽപ്പല്ല് മുളയ്ക്കുന്ന പ്രായത്തിലേക്കാണ് സഖാവിൻ്റെ സഞ്ചാരം ഇപ്പോൾ. എസ്.എഫ്.ഐയിലും DYFIയിലും CPMലും ഒരേ സമയം പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു കൊച്ചു പയ്യനെ വേറെ എവിടെ കിട്ടും? ചിലരുടെ പാർലമെൻ്ററി വ്യാമോഹത്തെപ്പറ്റിയൊക്കെ പിണറായി തട്ടിമുളിക്കുന്നത് കേൾക്കുമ്പോൾ അങ്ങ് രോമാഞ്ചം വരും. ഇത്രയേറെ മോഹമുക്തനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ വേറെ എവിടെ കാണാൻ പറ്റും? രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ ഇത്രയധികം ഹീനമായ വാക്കുകൾ പ്രയോഗിച്ചിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയെ കേരള നാട് ഇതുവരെ കണ്ടിട്ടുണ്ടോ? കഞ്ഞി കുടിക്കാനും കള്ളത്തരം പറയാനുമേ കരുണാകരൻ വായ തുറക്കൂ എന്ന് നായനാർ പറഞ്ഞിട്ടുണ്ട്. അടുത്തയാഴ്ച നമ്മൾ കാണുന്നത് ആശുപത്രിയിൽ കിടക്കുന്ന കരുണാകരനെ കാണാൻ മുഖ്യമന്ത്രിയായി നായനാർ ചെല്ലുന്നതും എങ്ങനെ ശരീരപുഷ്ടി മെച്ചപ്പെടുത്താമെന്നതിനെപ്പറ്റി ക്ലാസ് എടുക്കുന്നതുമാണ്. അവർ വാക്കുകൊണ്ട് തമ്മിൽ തല്ലുന്നതും നമുക്കൊരു രസമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ നെഞ്ചിൻകൂടിനെ പറ്റിയും തൊലിക്കട്ടിയെപ്പറ്റിയും പരിഹസിക്കുകയും പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിക്കുകയും ഒരു ബിഷപ്പിനെ നികൃഷ്ടജീവിയാക്കുകയും ചെയ്ത പിണറായി വിജയൻ പരിമൃദുലമായ ഒരു മനസ്സിൻ്റെയും പൂവത്ത ചർമ്മകാന്തിയുടെയും മാതൃകയാണല്ലോ. ഞാൻ തൽക്കാലം പിണറായി വിജയന് മറുപടി പറയുന്നില്ല എന്നേ ജി സുധാകരൻ പറഞ്ഞിട്ടുള്ളൂ. നാളെ പറയില്ല എന്ന് അർത്ഥമില്ല. ഇക്കണ്ട മൂപ്പീന്നുകളെ എല്ലാം കൂടെ കൂട്ടി ഭരണം പിടിക്കാനിരിക്കുന്ന കാർന്നോരെ മുക്കൂട്ടും കുഴമ്പും കൊണ്ട് മുട്ടുവേദന മാറും, ചെറ്റത്തരം മാറില്ല. 5-ൽ വളയാത്തത് 50-ൽ വളയുകയുമില്ല. അതുപോലെയാണ് പിണറായി വിജയൻ്റെ ഭാഷയും. പച്ച മനുഷ്യനാണല്ലോ. ചെടിച്ചട്ടി കൊണ്ട് DYFIക്കാർ ശത്രുവിൻ്റെ തലയടിച്ച് തകർത്തത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞ മനുഷ്യനാണ്. ആ വായിൽ നിന്നും നെറുകേടല്ലാതെ ഗായത്രി മന്ത്രം കേൾക്കാമെന്ന് കരുതിയ നമ്മളൊക്കെ എന്തോ ഒരു മണ്ടൻ കൊണാപ്പികളാണ്.